ഗൈസ്, അപ്പം ബ്ലഡ് ഷുഗർ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. എന്തൊക്കെ കാരണത്താൽ നമുക്ക് വരുന്നു, അത് നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം, കുറയ്ക്കാം എന്നെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ബ്ലഡ് ഷുഗർ നമുക്ക് കുറയ്ക്കാം, ലെവൽ കുറയ്ക്കാം, കൺട്രോൾ എങ്ങനെ ആക്കാം, ഏതൊക്കെ ഫുഡാണ് നമ്മൾ അതിനെ ട്രിഗർ ചെയ്യുന്നത്, എന്തൊക്കെ കാരണത്താലാണ് അത് നമ്മളെ ഇതാക്കുന്നത്. ഇതെല്ലാവർക്കും ഉള്ള ഒരു ദൗത്താണ്. ഇപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് എന്താണ്, അതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഏതൊക്കെ കൺട്രോൾ ചെയ്യണം, എന്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കൂടുതൽ തരുന്നത് എന്താണ്, അപ്പോൾ എങ്ങനെ നമ്മളത് കഴിക്കണം എന്നെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വേറെ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് കുറച്ച് മെഡിക്കൽ ടിപ്സായിട്ട് ഞാനങ്ങ് പറയുന്നതാണ്. അപ്പം എന്തായാലും നമ്മൾ അങ്ങനെ നോക്കണം. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം, ഒന്നും വേണ്ട. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക, അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ പറയാൻ പോവാം, വീഡിയോയിലോട്ട് പോവാം. അപ്പം ആദ്യം എന്ന് പറഞ്ഞാൽ ഷുഗർ എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും. ഷുഗർ എന്ന് പറയുന്നത് ബ്ലഡ് ഗ്ലൂക്കോസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ഗ്ലൂക്കോസ് എനർജിക്ക് ആവശ്യമാണ്. പക്ഷേ ബ്ലഡ് ഗ്ലൂക്കോസ് തുടർച്ചയായി വരുമ്പോഴാണ് അത് നല്ല ഹൈ, ഒരു ലിമിറ്റുണ്ട്, അതിലൊന്ന് നല്ല ഹൈ ആയി പോകുമ്പോൾ അത് ഡയബറ്റിക് ആവും, പ്രശ്നങ്ങൾ നല്ല രീതിയിലുണ്ടാവും. അതുകൊണ്ട് ലക്ഷ്യം ഷുഗർ നമുക്ക് 0 ആക്കാനല്ല, ഒരു കൺട്രോൾ ചെയ്ത് എങ്ങനെ ഹെൽത്തി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ജീവിതത്തിൽ. പല അസുഖത്തിൽ നിന്ന് നമുക്ക് മാറിയിരിക്കാം. പിന്നെ ഇതാണ് അപ്പോൾ അതിൻ്റെ എന്താണ് ഷുഗർ എന്ന് പറയുന്ന സാധനത്തിനെ പറ്റി പറഞ്ഞത്. ഇനി ഏത് ഫുഡാണ് ബ്ലഡ് ഷുഗർ വേഗത്തിൽ കൂട്ടാൻ സാധ്യതയുള്ളത് എന്നെല്ലാവർക്കും ഒരു ഡൗട്ട് കാണും. അത് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ട് കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ്സാണ് നമുക്ക് ഈ ഷുഗർ ഹൈക്കാക്കുന്നത്, കയറ്റുന്നത് എന്ന് പറയണത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് റൈസ് എന്ന് പറഞ്ഞാൽ, വൈറ്റ് റൈസ് ബസ്മതി നിങ്ങൾക്ക് പിന്നെയും കഴിക്കാം. ഈ വൈറ്റ് റൈസ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല കാർബാണ്, അതിൽ ഷുഗർ നല്ല അളവ് കൂടുതലാണ്. പിന്നെ ബ്രെഡ് പോലെ മൈദ ഫുഡ്സ് ഇതിലെല്ലാം ഉണ്ട്. പൊറോട്ട മെയിൻലി, ബേക്കറി ഐറ്റംസ്, നൂഡിൽസ് ഒക്കെ വൻ കാർബോഹൈഡ്രേറ്റും സോഡിയമാണ്, അങ്ങനെ മനസ്സിലാക്കണം. പിന്നെ പാസ്ത, സ്വീറ്റ്സ്, കേക്ക്സ്, ബിസ്ക്കറ്റ്സ്, ഷുഗറി സിറിയൽസ് അങ്ങനെയൊക്കെ കുറേ ഉണ്ടല്ലോ, ചോക്കോസ് അങ്ങനെ അതൊക്കെ. പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയണത്, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയണത് ബാഡല്ല. നിങ്ങൾ ഇത് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ഒഴിവാക്കി കളയാനും പറ്റൂല. നമ്മുടെ ശരീരത്തിൽ എല്ലാ ആവശ്യം വേണം, അതും ഒരു പ്രശ്നമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ക്വാണ്ടിറ്റിയും ടൈപ്പും ഓവറോൾ ഡയറ്റാണ് നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഷുഗറി ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഈ ഡ്രിങ്ക്സ് ഒക്കെ നിങ്ങൾ പലപ്പോഴും ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളെ പല പ്രശ്നങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറാം. പ്രത്യേകിച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോള, അങ്ങനെ മറ്റേ നമുക്ക് ഗ്യാസ് ഉള്ള സാധനങ്ങൾ, പിന്നെ പാക്കേഡ് മിൽക്ക് ഷേക്ക്, സ്വീറ്റൻഡ് ജ്യൂസ്, പാക്കറ്റിൽ കിട്ടുന്ന മാംഗോ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കടയിലൊക്കെ കുറേ സാധനങ്ങൾ കിട്ടും, പാക്കേജിൽ ഫ്രൂട്ട് ജ്യൂസ്, ഇതൊന്നും നിങ്ങൾ കഴിക്കാതിരിക്കുക. പിന്നെ ടീ, കോഫി ഓവറായിട്ട് മധുരവും ഷുഗറൊന്നും ഇട്ടാതെ കഴിക്കാതിരിക്കുക, മനസ്സിലായേ? സോറി, അത് കഴിക്കില്ല. ഇതൊന്നും നിങ്ങളിതൊക്കെ മെയിൻലി ഒഴിവാക്കണം. ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഡഡ് ഷുഗർ ഇട്ട കാര്യങ്ങളാണ്. ഇത് ഏതൊക്കെ ഷുഗറാണ് എടുത്തിടുന്നത് പോലും നമുക്കറിയാൻ പറ്റില്ല. പിന്നെ ഓൾ ഫ്രൂട്ട് കഴിക്കുന്നതും ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നതും ഒരേപോലെ അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊരു ഫ്രൂട്ട് കഴിക്കുന്നതും ഇതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അത് രണ്ടും ഒന്നല്ല. കഴിവതും ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുക, ജ്യൂസ് അടിക്കുക. പിന്നെ വേറെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സും ഡെസേർട്ട്സും. ഇതിൽ ഏതാണ് കുറയ്ക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേക്ക് കഴിച്ചുകൂടാ, ഐസ്ക്രീം, ചോക്ലേറ്റ്, ജിലേബി, ഗുലാബ് ജാമുൻ, ലഡ്ഡു, പേസ്ട്രി, സ്വീറ്റ് ബിസ്ക്കറ്റ്സ്, ഇതൊന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല, ഒഴിവാക്കണം. പിന്നെ ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഒരിക്കലും ഒന്നും കഴിക്കരുതെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. നിങ്ങൾക്കത് കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അല്ലാതെ അത് പാടാണ്. പോർഷൻ കൺട്രോൾ അല്ലെങ്കിൽ ഓവറോൾ ഡയറ്റൊക്കെ നിങ്ങൾക്ക് സെറ്റാക്കി, അല്ലെങ്കിൽ ഒരു ദിവസം ഒരിത്തിരി മധുരത്തിന് നിങ്ങൾക്ക് കൊതി ഉണ്ടെങ്കിൽ അത്രയും കഴിക്കാം. പക്ഷെ എടുത്തു വാരി കഴിക്കാനേ പാടില്ല.
പിന്നെ ചോറ് പൂർണ്ണമായി ഒഴിവാക്കണോ എന്നെല്ലാവരും ചോദിക്കാറുണ്ട്. ഇതിൽ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺ ഡൗട്ടാണിത്. കേരളത്തിൽ പറഞ്ഞാൽ ഇതില്ലാതെ ജീവിക്കാൻ പറ്റൂല. ഏരിയയിൽ മൊത്തം ചോറില്ലാതെ കഴിക്കില്ല. ഒരു സോസാണ്, പക്ഷെ പോർഷൻ വളരെ കുറച്ച് നിങ്ങൾ എടുത്തു നോക്കുക, എന്നാൽ ബെസ്റ്റ് ആയിരിക്കും. റൈസ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് എന്ന് ഞാനൊന്നും പറയില്ല. പോർഷൻ പിന്നെ കറികളെല്ലാം കൂടുതലാക്കി ഒരു കയ്യിൽ ഒരിത്തിരി ചോറ് അങ്ങനെ കഴിച്ച് നോക്കുക നിങ്ങൾ. എന്നിട്ട് അഭിപ്രായം പറയാം. നിങ്ങൾക്ക് പറ്റൂലായിരിക്കും, കാരണം ഇതിൽ നിങ്ങൾ പണ്ട് മുതലേ ഇങ്ങനെ കഴിച്ച് ഇരിക്കുന്നതും ഇത് സഡൻലി സ്റ്റോപ്പാക്കാൻ പറയുന്നത് നിങ്ങൾക്ക് പാടായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾക്കത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ആ രീതിയിൽ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലാക്കാനേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ പ്ലേറ്റിൻ്റെ മെത്തേഡ്, ഇത് പലർക്കും ഉള്ള ഡൗട്ടാണ്. നിങ്ങൾ എന്തിനെന്ന് വെച്ചാൽ ഹാഫ് പ്ലേറ്റ് വെജിറ്റബിൾ ആയിരിക്കണം നിങ്ങൾ എന്താണോ എടുക്കുന്നത് അത്. പിന്നെ പ്രോട്ടീൻ നമുക്ക് ശരീരത്തിൽ മെയിൻ കാര്യങ്ങളാണ്, പ്രോട്ടീൻ കൊടുക്കണം. അപ്പോൾ ഹാഫ് പ്രോട്ടീൻ ഹാഫ് വെജിറ്റബിൾ, പിന്നെ ഒരു കാല് ഭാഗം കാർബോഹൈഡ്രേറ്റ് ഒരിത്തിരി നിങ്ങളെടുത്താൽ മതി. കൂടുതലും വെജിറ്റബിൾ പോകണം, പ്രോട്ടീനും പോകണം. അതാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇത്തിരി പോയാൽ മതി. പിന്നെ റൈസ് ഒരു ചെറിയ പോർഷൻ, പ്ലെൻറ്റി ഓഫ് വെജിറ്റബിൾസ്, കൂടുതൽ ഫിഷ്, ചിക്കൻ, അങ്ങനെയല്ല. ഇതൊരു ജനറൽ ഹെൽത്തി ഈറ്റിംഗ് കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ പ്രോട്ടീൻ എന്തുകൊണ്ട് പ്രധാനമാണെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. പ്രോട്ടീനിന് നമ്മൾ പറഞ്ഞാൽ ഒരു ഫുൾനെസ് നമ്മളെ വയറ്റിൽ വർദ്ധിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഒരു സാധനമാണ്. ബാലൻസ് ചെയ്യാനും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ പ്രോട്ടീൻ. അതുകൊണ്ട് മുട്ട നിങ്ങൾ മെയിനായിട്ട് കഴിക്കും. ഓപ്ഷൻസ് പറഞ്ഞുതരാം. മുട്ട, ഫിഷ്, ചിക്കൻ, ദാല്, ലെൻറ്റിൽസ് പോലുള്ള ദാല്, പയർ വർഗ്ഗങ്ങൾ അവരെല്ലാം കഴിക്കാം. പിന്നെ അൺസീറ്റൻഡ് യോഗേർട്ട് കഴിക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. അല്ല സീറ്റൻഡ് ഉള്ള ഒന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ഫൈബർ എന്ന് പറയുന്നത് വെജിറ്റബിൾ നിങ്ങൾ ഫൈബറും പോകണം, ഇല്ലെങ്കിൽ ശരീരത്തിന് നല്ലതല്ല. വെജിറ്റബിൾ, ഓൾ ഗ്രെയിൻസ്, പൾസസ്, ബീൻസ്, നട്ട്സ്, സീഡ്സ്, ഹോൾ ഫ്രൂട്ട്സ്, ഇതെല്ലാം നിങ്ങൾ കഴിക്കണം. ഇതെല്ലാം ഫൈബർ റിച്ച് ഫുഡാണ്. അപ്പം നിങ്ങൾക്കത് വയറിനും സറ്റേറ്റിക്കും എല്ലാത്തിനും നല്ലതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കൺട്രോൾ ചെയ്യുക. പിന്നെ പറയാനുള്ളതെന്ന് പറയണത്, നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാമോ എന്നുള്ള ഒരു ഡൗട്ടിന്, ഫ്രൂട്ട്സിന് കംപ്ലീറ്റ് ഒന്നും നിങ്ങൾ ബാനും ചെയ്യല്. പ്രിഫർ ചെയ്യേണ്ട ഫ്രൂട്ട്സ് ഉണ്ട്. ഡയബറ്റിക്, ആപ്പിൾ, ഓറഞ്ച്, കിവി, പിയർ, ബെറീസ്, ബനാന, ഇതെല്ലാം കുറച്ചായിട്ട് കഴിക്കുക. എടുത്ത് കുറേ കഴിക്കാൻ പാടില്ല. അതാണ് ജ്യൂസ് ആക്കാതിരിക്കുക. പിന്നെ എക്സസൈസ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഷുഗർ ഉള്ളത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത്ര വെയിറ്റും കാര്യങ്ങളൊന്നും എടുക്കണമൊന്നുമില്ല. ഡെയിലി ഒരു വാക്കിങ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്താൽ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം മാറ്റങ്ങളായിരിക്കും വരുന്നത്. നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. വാക്കിംഗ്, സൈക്ലിംഗ്, സ്വിമ്മിങ്, ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഒരു ആഴ്ചയിൽ നിങ്ങളൊരു 1.5 മണിക്കൂർ അങ്ങനെ സെറ്റ് ചെയ്യുക. ഒരു 15 മിനിറ്റ് വെച്ച് നോക്കുക. എന്നിട്ട് പയ്യെ കൂട്ടി വെക്കുക. അത് നല്ലതായിരിക്കും. പിന്നെ ഭക്ഷണത്തിന് ശേഷം വാക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മീല് കഴിഞ്ഞാൽ ചെറിയ ലൈറ്റ് വാക്ക് ചെയ്തപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഗ്ലൂക്കോസ്, നമ്മളിപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആയിരിക്കും, നല്ല സ്പൈക്ക് ചെയ്തിരിക്കും. അപ്പം അതിനൊന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മളൊന്ന് നടക്കുക എന്ന് പറയും. പക്ഷെ ഇപ്പോഴത്തെ പണ്ടത്തെ കാലഘട്ടത്തിൽ ആരും അത് ചെയ്യില്ല, കയറി കിടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ പിള്ളേർ ഒട്ടും ചെയ്യില്ല. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു തരുക, അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഒരു 10-15 മിനിറ്റൊക്കെ വാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് നല്ല യൂസ്ഫുൾ ആവും നിങ്ങളുടെ ജീവിതത്തിൽ. പിന്നെ വെയിറ്റ് കൺട്രോൾ, ഓവർ വെയിറ്റ്, ഒബിസിറ്റി ഉണ്ടെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻറ്റിൽ വെയിറ്റ് ലോസ് നല്ല രീതിയിൽ ചെയ്യണം. എന്നാലേ ഇത് ചെയ്യാൻ പറ്റും. പയ്യെ കുറയ്ക്കണം. ഒറ്റയടിക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ വല്ല അസുഖം വരും. അത് ചെയ്യാതെ നിങ്ങൾ അല്ലാത്ത രീതിയിൽ കുറയ്ക്കണം. പിന്നെ സ്ലീപ്പ്, മെറ്റബോളിക് ഹെൽത്തിന് നല്ല ഇതുണ്ട് സ്ലീപ്പ്. അപ്പം കറക്റ്റായിട്ട് നിങ്ങളൊരു 7 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് 7-8 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് ഉറങ്ങിയിരിക്കണം. അത് ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും ഇരിക്കല്. അത് നല്ല രീതിയിൽ നമ്മളെ ബാധിക്കും. അതുകൊണ്ട് അത് ചെയ്യണം. പിന്നെ സ്മോക്കിംഗ്, സ്മോക്കിംഗ് കാർഡിയോവാസ്കുലർ നല്ല രീതിയിൽ വരുത്തും. ഡയബറ്റീസ് ഉള്ളവർക്കും നല്ല റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ബാധിക്കും. അതും കൂടെ ഞാൻ എടുത്ത് പറയണം. അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് മെയിനായിട്ട് അതും കൂടെ നിങ്ങൾ നോക്കണം. പിന്നെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് ഡോക്ടറിനോട് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ സംസാരിക്കണം. അവരതിനെ പറ്റിയൊക്കെ പറഞ്ഞു എത്ര ചെയ്യണം, ഇത്തിരിയൊക്കെ കുടിക്കാവും, എല്ലാം ഒഴിവാക്കിയാൽ അത്രയും നല്ലത്. പിന്നെ മെഡിസിൻ ഡയബറ്റിക് ഉള്ളവർ കൂടുതൽ എടുക്കുന്നതായിരിക്കും മെറ്റ്മോർഫിൻ. പിന്നെ അതർ എന്തെങ്കിലും, പിന്നെ ഇൻസുലിനൊക്കെ കൂടി ടൈപ്പ് 2 അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇൻസുലിൻ എടുക്കും. അത് ഒട്ടും ഇതില്ല. ഇത് ബാക്കിയൊക്കെ നിങ്ങൾ ഡോക്ടറിനെ കണ്ട് അതിനെ പ്രിസ്ക്രൈബ് ചെയ്യണം. ഞാൻ ജസ്റ്റ് പറഞ്ഞു വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതാണ് സാധാരണ ചെയ്യുന്നത്.
പക്ഷേ ഓരോരുത്തരെ ഇതനുസരിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി സെറ്റ് ആക്കുമ്പോൾ അവർ തന്നെ അത് പ്രിസ്ക്രൈബ് ചെയ്യും. ഡോക്ടർ അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഒരു മരുന്ന് സ്വന്തമായിട്ട് ചെയ്യില്ല. പിന്നെ അങ്ങനെ തരൂല ഒരു മെഡിക്കൽ സ്റ്റോർ. മെഡിക്കേഷൻ ചേഞ്ച് സ്റ്റോപ്പൊന്നും ചെയ്യാതെ ഡോക്ടറുടെ ഗൈഡൻസ് ഒന്നും ഇല്ലാതെ നിങ്ങളൊന്നും ചെയ്യല്ലേ. അതൊക്കെ അധികം ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ എടുക്കണം. അതുകൊണ്ടാണ് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറയുന്നത്. പിന്നെ ബ്ലഡ് ഷുഗർ മോണിറ്ററിങ് ചെയ്യണം. നിങ്ങൾ HbA1c എടുത്തു നോക്കണം, ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നു. ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവലിൻ്റെ ഇത് എടുത്തു നോക്കണം. പിന്നെ മറ്റേ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനത്തിൽ എടുത്തു നോക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ HbA1c ആണ്. ഇത് കൂടിയിരുന്നാൽ ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഷുഗർ വളരെ രോഗമാകുന്നതും ഡേഞ്ചറസ് ആണ്, മനസ്സിലായോ? നിങ്ങൾ അതും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഹൈപ്പോഗ്ലൈസീമിയ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പം ഡയബറ്റീസ് മെഡിസിൻ ഇൻസുലിൻ ഉപയോഗിക്കുന്നവർ ഹൈപ്പോഗ്ലൈസീമിക്ക് നല്ല രീതിയിൽ സംഭവിക്കാം. സെറ്റിംഗ്, ഷേക്കിംഗ്, ഹങ്കർ, ഡിസിനെസ് വരാം, കൺഫ്യൂഷൻ, വീക്ക്നെസ്, ഇതെല്ലാം വരാം. ഇതൊക്കെ എമർജൻസിയാണ്. എത്ര കുറയ്ക്കണം എന്നത് കറക്റ്റായിട്ട് സേഫ് ഒരു ടാർഗറ്റ് റേഞ്ച് വെച്ചിരിക്കണം. എന്നിട്ട് അതനുസരിച്ച് ചെയ്താൽ മാത്രം മതി. പിന്നെ നാച്ചുറൽ റെമഡീസ് കൊണ്ട് ഡയബറ്റീസ് മാറുമോ എന്നുള്ള ചോദ്യം, നിങ്ങൾ ഇങ്ങനെ കുറേയൊക്കെ വരുമല്ലോ. ഇങ്ങനെ അത് കുടിച്ചാൽ മാറും, ഇത് കുടിച്ചാൽ മാറും, അത് കുടിച്ചാൽ മാറും, സിനമൻ, ഫെനിഗ്രിക്ക്, അത് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ വരും. ഇതെല്ലാം നല്ല ലോ ആക്കാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ ഡോക്ടറെ പോയി കണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കൺട്രോൾ ചെയ്തൊരു മാജിക് ഫുഡ് അല്ലെങ്കിൽ മാജിക് ഡ്രിങ്ക് ഇല്ല, മനസ്സിലായോ? ഇതിൽ ഒന്നും ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ലൈറ്റ് എക്സസൈസ് കാര്യങ്ങൾ ഇതിലെല്ലാം കൂടെ നിങ്ങൾക്ക് പോകും. ഇതാണ് എനിക്ക് മെയിനായിട്ട് ലാസ്റ്റ് പറയേണ്ടത്. ബാക്കി നമ്മളൊക്കെ കൺട്രോൾ ചെയ്താൽ മാത്രമേ ഇതൊക്കെ ഒന്ന് പിടിച്ചിരിക്കാൻ പറ്റൂ. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. മാക്സിമം കൺട്രോൾ ചെയ്ത് എക്സസൈസൊക്കെ ചെയ്ത് നോക്കും. എന്തായാലും റിസൾട്ട് വരും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓൺ ആക്കി വയ്ക്കുക. എന്നാലും മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കും. പിന്നെ ഒന്നും സ്വന്തമായിട്ട് ചെയ്യരുത്. ഇതെല്ലാം ഒരു പ്രിസ്ക്രിപ്ഷൻ, ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഡോക്ടറിനെ കണ്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് മാത്രം നിങ്ങളെല്ലാം ഓരോന്ന് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും കാണാം.